പക്ഷെ എനിക്ക് ഭയങ്കര റീസെന്റ് ആയിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായി. അതങ്ങനെയൊന്നുമില്ല, ഒരു ദുബായിൽ എന്തോ ഒരു ഇനോഗ്രേഷൻ. ഇവിടെ ഒരു അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു കമന്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ്. എല്ലാരും വല്ല കപ്പയ മീന എന്താന്ന് വെച്ചാൽ പറഞ്ഞു, എല്ലാരും അടിച്ചു കയറി വാ, നമ്മുടെ അടിച്ചു കയറി വാ. റിയാസ് ഖാൻ അണ്ണനും കയറിയിട്ടുണ്ട്. ഇവിടെ റോക്കറ്റിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖിന്റെ പിന്നാലെയാണ് പോകുന്നത്. ഒരു വലിയ ഇവരെല്ലാരും കൂടി നിരയായിട്ട് പിടിച്ചു പോവുകയാണ്. എവിടെ എത്തിപ്പോയി നിൽക്കുമെന്താ. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാനും മറക്കണ്ട. വിഷയത്തിലോട്ട് വരാം. നമ്മുടെ രേവതി ഈ പറയുന്ന സിദ്ദിഖിനെ കുറിച്ചിട്ട് ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ റിയാസ് ഖാൻ അണ്ണൻ അടിച്ചു കയറി വാ, അടിച്ചു കയറി ഇപ്പൊ വരും, അതും കേൾക്കാം. പിന്നെ അനാർക്കലി പറയുന്ന കുറച്ച് കാര്യമുണ്ട്. എന്താ അനാർക്കലി പറഞ്ഞത്? ഇതിലോട്ടും വരാം. ആദ്യം റിയാസ് ഖാന്റെ കേൾക്കാം. ഇവിടെ ഒരു അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു കമന്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു. അത് അഭിനയിച്ച ഒരു ആക്ടർ, അയാളുടെ നിന്ന് വന്നൊരു കോളാണ്, ഒരു പാതിരാത്രി വന്നൊരു കോളാണ്. ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ കൺസെന്റ് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ, ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പം തന്നെ എന്നെ നൈറ്റ് കോൺടാക്ട് ചെയ്തിട്ട്, ഇവർക്കൊക്കെ സെയിം, അതാ ഞാൻ പറയാൻ പോകുന്നത്, ഇവരെല്ലാവരും ദേ ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട്. ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസവും ഒരേ പോയിസണും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത്. അപ്പോൾ ഈ പറയുന്ന ആളെന്നെ വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ്, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ, ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത്. അന്നും ഈ പറയുന്ന വളരെ യങ്, ഒരു 20-21 ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ക്ഡ്. ഒരു കോളിൽ, ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ലൈക്ക് ഇത് ഞാൻ എന്ത് പറയണം, ഇതെന്താ ഇങ്ങനെ, ഇതാരാ, ലൈക്ക് ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു. അതൊക്കെ നമുക്ക്, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും നീ എന്തിനു കോൾ വെച്ചു, ഇങ്ങനെയൊന്നും ആരും ഇവിടെ ചോദിക്കണ്ട. കമന്റുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പം ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പം ഈ രീതിയിലൊക്കെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഹി സെഡ് വാസ്, രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിൽ 9 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ രേവതി ഏതെങ്കിലും സ്ത്രീകളെ, ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരുത്തനാണ് അയാൾ. എന്റെ പൊണ്ണ് അടിച്ചു കയറി റിയാസ് ഖാൻ അണ്ണ നല്ല അടിയാണല്ലേ, നല്ല അടിയാണല്ലേ, മനസ്സിലായി അണ്ണന്റെ ഏത് അടിയാണ് ഉദ്ദേശിച്ചത്. രേവതിയെ കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും ഒപ്പിച്ചെങ്കിലും താന്ന്. എന്റെ പൊന്നടാവേ, നിനക്കൊക്കെ എത്താടാ ഇതിന് മാത്രം. എന്റെ മോനെ, എങ്ങനെയാടാ നിനക്കൊക്കെ ഒരു പെണ്ണിനെ വിളിച്ചിട്ട്, ഒരു പരിചയമില്ലാത്തൊരു പെണ്ണിനെ വിളിച്ചിട്ട് നിനക്കൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തോന്നും? അത് ഒരു കാര്യം. പിന്നെ ഈ പാവപ്പെട്ട പെമ്പിള്ളാരെല്ലാം നീയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് വരും എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. സത്യം, ഇവന്മാരൊക്കെ വലിയ സിനിമാ നടന്മാരല്ല. അപ്പം നമ്മളൊന്ന് വിരൽ ഞൊടിച്ചാൽ ജീം ബൂംഭ എന്നുള്ള സാധനം മൈൻഡ് സെറ്റിൽ കിടന്ന് ഓടുന്ന ടീംസാണ്. നമ്മളൊക്കെ ഒന്ന് ഇരുന്നിങ്ങനെ അടിച്ചാൽ മതി, അടിച്ചു കയറി വാ, ഉടനെ അടിച്ചു കയറി പെമ്പിള്ളാരൊന്ന് ക്യൂ നിൽക്കുമെന്നാണ് ഇവന്മാരൊക്കെ വിചാരം. ഇവിടെ ആ കാലമൊക്കെ കഴിഞ്ഞ്, ആ കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലമൊക്കെ ചിലപ്പോൾ കാണും പണ്ട്. പക്ഷേ പെമ്പിള്ളാർ ഈ പറയുന്നത് പോലെ നീയൊക്കെ വലിയ സെലിബ്രിറ്റിയാണ്, സിനിമാ നടനാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെയൊക്കെ പുറകെ ചൂട്ടും പിടിച്ച് വരത്തില്ല. ഇതൊക്കെ ഭയങ്കര മോശമാണ്. പണവും പ്രശസ്തിയും ഭയങ്കര കിടിലുവാണെന്നൊക്കെയുള്ള സ്വയമേയുള്ള വിചാരം കാരണം ഏത് പെണ്ണിനെയും വിരലിനൊടിച്ചാൽ നിന്റെയൊക്കെ കിടപ്പറയിലെത്തുമെന്നുള്ള ചിന്ത, ആ ചിന്ത ഇതോടെ അങ്ങ് മാറിക്കിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടെ. എന്തായാലും ബിഗ് സല്യൂട്ട് ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പിന്നെ നമ്മുടെ അനാർക്കലിയെ ഒരുത്തൻ ഇതുപോലെ വിരൽ ഞൊടിച്ചെന്ന് വിളിച്ചായിരുന്നു. അനാർക്കലിക്ക് വിളിച്ചപ്പോൾ സന്തോഷോടെ. നിങ്ങളെപ്പോലുള്ളവർക്ക് ഇമാതിരി സന്തോഷങ്ങൾ വരുന്നത് കൊണ്ടാണ് പാവപ്പെട്ട പെമ്പിള്ളാർക്ക് ഇതൊക്കെ ഒരു ദുരിത അനുഭവമായിട്ട് മാറുന്നത്. എന്തായാലും അനാർക്കലി പറയുന്നത് കേട്ടു നോക്കാം. നല്ല മറുപടി, നല്ല ഉത്തരവും ചോദ്യമൊക്കെയാണ്. ഹിന്ദു വാടയായി. പക്ഷെ എനിക്ക് ഭയങ്കര റീസെന്റ് ആയിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായി. അതങ്ങനെയൊന്നുമില്ല, ഒരു ദുബായിൽ എന്തോ ഒരു ഇനോഗ്രേഷൻ. അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ. ഞാൻ ഇതിനാ ഞാൻ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് ചോദിച്ചു. അപ്പം എനിക്കത് എന്താണെന്ന് അറിയണം, ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയണം എന്നിട്ട് ഞാൻ ചോദിച്ചു. അവസാനം അയാൾ പറഞ്ഞു, ഇതായിരുന്നു നമ്മുടെ MD-ക്ക് അനാർക്കലി ഒന്ന് താല്പര്യമുണ്ട്, അപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ പേയ്മെൻ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക. എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ. അപ്പം ഞാൻ ഈയിടെ എത്ര നാൾ വിചാരിക്കുന്നു, അത്ര അട്രാക്റ്റീവ് അല്ലേ ഇനി, അതുകൊണ്ടാണോ ചോദിക്കാത്തത്? എനിക്കിപ്പോൾ 10 കാശ് തരാൻ ആർക്കും താല്പര്യം അല്ല. ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, താല്പര്യമില്ല. പിന്നെ പക്ഷെ എന്നോട് ഇത് താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ള മറ്റ് സെലിബ്രിറ്റീസിനെ അറിയുന്നു. പോടോടുന്നു.
എന്തുവാടെ ഇവന്റെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ളവനെയൊക്കെ എക്സ്പോസ് ചെയ്യണം. കാരണം ഇവന്മാർക്കൊക്കെ ഇത് ഒരു പെണ്ണെന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ ഇവളുമാരെല്ലാം വരും. ഇവിടെ പണം ഉണ്ടെങ്കിൽ വരുന്നവരുമാരെ ഉണ്ട്, ഇല്ലെന്ന് ഞാനൊന്നും പറയുന്നില്ല. എല്ലാ പെമ്പിള്ളാരും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയർ എന്നല്ല. പക്ഷേ നിസ്സായ അവസ്ഥയും ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടും സിനിമയെ സ്നേഹിക്കുന്നവരുമായിട്ടൊക്കെ കുറേ പെമ്പിള്ളാർ വരും. അവരെയൊക്കെ നീയൊക്കെ ഇതുപോലെ ചൂഷണം ചെയ്യുന്നില്ല, അത് നമുക്ക് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. ഇന്നലെ നമ്മുടെ സിദ്ദിഖണ്ണ ഇങ്ങനെ കയറുക, റോക്കറ്റിൽ കയറി നിന്ന് പറക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ അടിച്ച് കയറി വന്ന അതിൻ്റെ പുറകെ നിന്ന് പോകുന്നത്. പോണ് ഇനി ആരൊക്കെ പുറകെ നിന്നും കൂട്ടത്തിൽ നിന്നൊക്കെ വരുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കെല്ലാം കണ്ടറിഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. നമ്മുടെ സിദ്ദിഖണ്ണ രാജി വെച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. സിദ്ദിഖ്, ഈ രാജിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? രാജിയെക്കുറിച്ചൊന്നും പ്രതികരിക്കാനുള്ള ചെയ്യേണ്ടത് ഞാൻ ഔദ്യോഗികമായിട്ട് ഞാനതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. സിദ്ദിഖ് രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം ഒരുപാട് ഈ രാജിയെ സംബന്ധിച്ച് വിവരങ്ങൾ അന്വേഷിച്ച് ഒരുപാട് ചാനലുകളിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ട് വിശദമായി സംസാരിക്കാനുള്ള ഒരു സാവകാശം അദ്ദേഹത്തിന് ഇപ്പോഴില്ല. എന്തായാലും അദ്ദേഹം നമ്മുടെ ആദ്യമായിട്ട് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാജിവെക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. മാത്രമല്ല എല്ലാവരെയും ഈ രാജിക്കാര്യം അറിയിക്കണമെന്ന് കൂടി അമ്മ പ്രസിഡന്റ് മോഹൻലാലിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇന്നലെ മുതൽ സ്വകാര്യമായും അല്ലാതെയും ഒക്കെ തന്നെ ഈ രാജിയെക്കുറിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അമ്മ പ്രസിഡന്റ് അയച്ച 2 വരി രാജിക്കത്തിൽ നിലവിലെ ആരോപണങ്ങൾ അറിഞ്ഞു കാണും. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തനിക്ക് മാറി നിൽക്കണം, അതിനെ തന്നെ അനുവദിക്കണമെന്നാണ് പ്രസിഡന്റായ മോഹൻലാലിനോട് അദ്ദേഹം രാജിക്കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജിക്കത്ത് അമ്മ സംഘടനയിൽ നിന്നും നമ്മുടെ സിദ്ദിഖണ്ണൻ രാജിവെച്ച് പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ രേവതി എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല അത് കളവാണെന്ന്. ഇവർ നേരത്തെയും ഇമാതിരി ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ആരും മുഖവിലക്ക് എടുത്തിട്ടില്ല, അന്ന് എന്താ പറയണം എന്നുള്ള രീതിയിൽ വിട്ട്. പക്ഷെ ഇപ്പം ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇതാണ് നമ്മുടെ റൈറ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോവിന്ദൻകുട്ടിയല്ല, നമ്മുടെ ഈ പറഞ്ഞ സിദ്ദിഖണ്ണ കയറി നേരെ റോക്കറ്റിൽ. അതിന്റെ പിന്നാലെ പോവുകയാണ് നമ്മുടെ റിയാസ് ഖാൻ അണ്ണൻ കുറെ മസിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഇതുള്ളത് കൊണ്ട് റിയാസ് ഖാൻ അണ്ണന്റെ വിചാരം എന്ന് പറഞ്ഞാൽ അണ്ണൻ വിരൽ ഞൊടിച്ചാൽ വരും ജീംബൂംബ പെമ്പിള്ളാർ എന്ന് അണ്ണൻ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതിപ്പോ അത്യാവശ്യം അങ്ങ് മാറി കിട്ടി കാണും. എന്തായാലും പെമ്പിള്ളാർ ഇപ്പൊ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് റൈറ്റ് ടൈമാണ്. ഏതൊക്കെ നടിമാർക്ക് മോശം അനുഭവം ആരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എല്ലാം പറയാൻ പറ്റിയ റൈറ്റ് ടൈം. എയറിൽ കയറ്റിവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പറപ്പിക്കുക, ആ ലെവലിൽ എയറിൽ കയറ്റിവിടാൻ പറ്റിയ ഒരു കറക്റ്റായ സമയമാണ്. ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്കൊരു അവസരവും സമയം കിട്ടുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നേയില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു എയറിൽ കയറ്റിവിടാൻ. അതുകൊണ്ട് ആർക്കൊക്കെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ കറക്റ്റായിട്ട് ഒന്ന് പ്രതികരിക്കുക. അനാർക്കലിയെ പോലുള്ളവർ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളെപ്പോലുള്ളവരടുത്ത് ഒരുത്തം വന്ന് മോശമായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പരിചയമില്ല, നിങ്ങൾക്കും താല്പര്യമില്ല, നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തി വന്ന് നിങ്ങളടുത്ത് ഇങ്ങനെ മോശം അനുഭവമായിട്ട് പറയുമ്പോൾ നിങ്ങളത് ഒരു മുഖവിലേക്ക് എടുത്തിട്ട് ചിരിച്ചു കളിച്ചു വിടേണ്ട കാര്യമല്ല. കാരണം ഇന്ന് നിങ്ങളടുത്ത് ചോദിച്ചു, നാളെ ഇവൻ വേറൊരു പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ അതുപോലെ നിസ്സായത അവസ്ഥയിൽ നിൽക്കുന്ന പാവപ്പെട്ട പെമ്പിള്ളാരെ യൗമാരെ പോലുള്ളവന്മാർ വെറുതെ വിടത്തില്ല. യൗമാരൊക്കെ പോലുള്ളവന്മാരാണ് ഈ പറയുന്ന പോലെ പീഡനവും കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ്പോസ് ചെയ്യേണ്ട സമയത്ത് എക്സ്പോസ് തന്നെ ചെയ്യണം. അല്ലാണ്ട് ഈ നമുക്ക് വേറെ നമ്മളടുത്ത് ചോദ്യമല്ലേ ചോദിച്ചോളൂ, അതുകൊണ്ട് നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ, വിഷയമില്ല. പക്ഷെ ഇതല്ല, ഇത് നിങ്ങളിൽ മാത്രമല്ല അവസാനിക്കുന്നത്, നിങ്ങളടുത്ത് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ വേറെ സെലിബ്രിറ്റി ഉണ്ടോന്ന്. അപ്പം ഇവനൊന്നും വെടിപ്പല്ല. എന്തിനാണ് ഇവനൊക്കെ ഒരു പൊയ് മുഖം സമൂഹത്തിൽ വെച്ചിട്ട് വലിയ നന്മ മരങ്ങളെ പോലെ അല്ലെങ്കിൽ വലിയ ജന്മിമാരെ പോലെ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ നന്മ മരങ്ങളായിട്ടും അല്ലെങ്കിൽ വലിയ കിടിലങ്ങളായിട്ട് ഈ സമൂഹത്തിൽ നടക്കുന്നല്ലോ. ഇവൻ്റെയൊക്കെ നാറിയ മുഖങ്ങൾ എക്സ്പോസ് ചെയ്യണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അടിച്ച് കയറി വാ.